അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹയർ സെക്കൻഡറി എക്സാംസിനെ സംബന്ധിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ വർഷം നടന്ന 2025 +2 ഹയർ സെക്കൻഡറി എക്സാംസ് ടഫായിരുന്നു. ഇത് തന്നെയാണ് സ്റ്റുഡൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും എല്ലാ അഭിപ്രായം ഇത് തന്നെയാണ്. എക്സാംസ് വളരെ ടഫായിരുന്നു എന്നുള്ളത് തന്നെയാണ്, പ്രത്യേകിച്ച് മെയിൻ പേപ്പേഴ്സ് എല്ലാം. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള സ്റ്റുഡൻസിൻ്റെയും പാരൻസിൻ്റെയും റിവ്യൂയും അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായവും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ഏത് സ്ട്രീം ആണെങ്കിലും നിങ്ങളുടെ എക്സാംസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സയൻസിൻ്റെ ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും അവരുടെ എക്സാംസ് കുറച്ച് ടഫായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിപ്പോൾ സയൻസിൻ്റെ ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി എന്നീ മെയിൻ 2 വിഷയങ്ങളും ടഫായിരുന്നു. കൊമേഴ്സിൻ്റെ ആണെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതുപോലെ ബിസിനസ് സ്റ്റഡീസ് ആൻഡ് അക്കൗണ്ടൻസി 3ഉം ഭയങ്കര ടഫായിരുന്നു. ഇപ്പോൾ കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്ത കുട്ടികളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള 4 പേപ്പറുകൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് എന്നുള്ളതാണ്. അതിലെ 3 പേപ്പറുകൾ, അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഇത് 3ഉം ടഫായിരുന്നു. ആകെ ഈസി എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു പേപ്പർ എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ്. ഇതിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ബിസിനസ് സ്റ്റഡീസും ഒരു ആവറേജ് പേപ്പറായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ വലച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അക്കൗണ്ടൻസിയുടെ ആയിരുന്നു. അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അക്കൗണ്ടൻസിയുടെ കാര്യം ഞാൻ വിശദമായിട്ട് പറയാം. അതിന് മുന്നേ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെയും ബിസിനസ് സ്റ്റഡീസിൻ്റെയും പേപ്പർ ഒരു ആവറേജ് പേപ്പറായിരുന്നു. അത്യാവശ്യം ഫുൾ മാർക്ക് വാങ്ങണം എന്ന് പറഞ്ഞ് പഠിച്ചിട്ട് പോയൊരു കുട്ടിക്ക് ഒരു A+ ലെവലിൽ വാങ്ങിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെയും ബിസിനസ് സ്റ്റഡീസിൻ്റെയും. അത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പൊതുവെ ഒരു ഈസി പേപ്പറാണ്. നമുക്ക് ഈസി ആയിട്ട് 60 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പേപ്പറാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. പക്ഷേ ഇപ്രാവശ്യം അതിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് കുറഞ്ഞ മാർക്കിന് ചോദിക്കുകയും ഏറ്റവും ഇമ്പോർട്ടൻസ് കുറഞ്ഞ ക്വസ്റ്റ്യൻസ് 5 മാർക്കിന് ചോദിക്കുകയൊക്കെ ചെയ്തൊരു വർഷമായിരുന്നു ഈ വർഷം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിരുന്നു. നമ്മൾ എന്തൊക്കെയാണോ പ്രതീക്ഷിച്ചത് മാത്രം വന്നൊരു പരീക്ഷയായിരുന്നു. അതിൻ്റെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഈ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തു വെച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന രീതികളിലുള്ള വ്യത്യാസം. ഇനി ബിസിനസ് സ്റ്റഡീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോയ കാര്യങ്ങളൊന്നും നമ്മുടെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻഡയറക്റ്റ് ആയിരുന്നു. ചില ക്വസ്റ്റ്യൻസ് എല്ലാം, എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിലും കുറച്ച് വലിയ മാർക്കിന് ചോദിച്ച 2-3 ക്വസ്റ്റ്യൻസൊക്കെ ഇൻഡയറക്റ്റ് ആയിരുന്നു, പ്രത്യേകിച്ച് 5 മാർക്കിൻ്റെ സെഷനിലൊക്കെ. അതൊരു കോൺസെപ്റ്റ് മനസ്സിലായ ഒരു കുട്ടിക്ക് മാത്രമേ അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ 8 മാർക്കിൻ്റെ സെഷനിൽ ചോദിച്ചിരിക്കുന്ന essay ക്വസ്റ്റ്യൻസ് പൊതുവേ നമ്മളങ്ങനെ പ്രതീക്ഷിക്കില്ല ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും essay വരിക എന്നുള്ളത്. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കുറേ വർഷങ്ങളായിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് essay ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി അടുത്ത അക്കൗണ്ടൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കൊമേഴ്സിൻ്റെ മെയിൻ പേപ്പറാണ് അക്കൗണ്ടൻസി. അക്കൗണ്ടൻസിയുടെ മാർക്ക് ഡിഗ്രിയുടെ അഡ്മിഷനൊക്കെ നമുക്ക് വളരെ ആവശ്യമുള്ളതാണെന്ന് അറിയാം. അങ്ങനെയുള്ള അക്കൗണ്ടൻസിയാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ വലച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുകയാണെങ്കിൽ മെയിൻ പേപ്പർ തന്നെ ഒരു പണിയായിരുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും ടഫാണെന്ന് കുട്ടികൾക്ക് തോന്നാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത്രയും ചെയ്ത് തീർക്കാനുള്ള സമയം കിട്ടില്ല എന്നുള്ളതാണ്. 2 മണിക്കൂറാണ് പരീക്ഷയുടെ സമയം. ഈ 2 മണിക്കൂറിനകത്ത് ഈ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറിന് ആൻസർ ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 3 മാർക്കിൻ്റെ സെഷനിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ട്. 5 ക്വസ്റ്റ്യൻസ് 5 പ്രോബ്ലംസ് ആണ്. അത് അത്രയും ചെയ്ത് തീർക്കാൻ ഒരുപാട് സമയം എടുക്കും. അതുപോലെ തന്നെ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് 2 മണിക്കൂർ സമയത്തിനകത്ത് നമുക്ക് ചെയ്ത് തീർക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. അതുപോലെ തന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് തന്നെ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതും കുട്ടികൾക്ക് ടഫാണെന്ന് പറയുന്ന കാരണമാണ്. അപ്പോൾ എന്തായാലും അക്കൗണ്ടൻസി എന്ന് പറഞ്ഞൊരു മെയിൻ പേപ്പർ അത്യാവശ്യം ടഫായിരുന്നു ഈ വർഷം. സയൻസുകാർക്ക് ഇതുപോലെ തന്നെയായിരുന്നു. അവരുടെ മെയിൻ വിഷയങ്ങളായ ഫിസിക്സ് കെമിസ്ട്രി 2ഉം ടഫായിരുന്നു. അപ്പോൾ ആൻസർ പേപ്പർ വാല്യൂ ചെയ്യുന്ന സമയത്തെങ്കിലും കുറച്ച് ലിബറലായിട്ട് വാല്യൂ ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ 2025 ഈ ഒരു മെയിൻ പബ്ലിക് എക്സാംസ് എന്തുകൊണ്ട് ഇത്രയും ടഫായി എന്നുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ മെയിൻലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിൻ്റെ പാറ്റേൺ മാറ്റിയിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പാറ്റേൺ മാറ്റും എന്നുള്ള കാര്യം ഈ വർഷം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് മെയിനായിട്ട് +2 പാറ്റേൺ മാറ്റുന്ന ഈ ഒരു വർഷം അവർക്ക് ഓണപരീക്ഷ മര്യാദയ്ക്ക് നടന്നിട്ടില്ല. അത് സ്കൂളുകാരാണ് ഓണപരീക്ഷ നടത്തിയത്. ഗവൺമെൻറ് കൊടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചല്ല ഓണപരീക്ഷ നടത്തിയത്. രണ്ടാമത് ക്രിസ്മസ് പരീക്ഷ നടത്തിയ സമയത്ത് ഇതുപോലെ പാറ്റേൺ മാറ്റിയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ ഇട്ടിരുന്നതെങ്കിലും നമുക്കത് കഴിഞ്ഞിട്ട് പ്രിപ്പറേഷൻ ഒരു മെയിൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം വളരെ കുറവായിരുന്നു. കാരണം ഇടയ്ക്ക് ലാബ് എക്സാംസ് വരുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യാനുള്ള സമയം വളരെ കുറവായിരുന്നു. പിന്നീട് നടന്ന മോഡൽ എക്സാം വളരെ സിമ്പിളായിരുന്നു. അതിൽ ലെവൽ ഓഫ് PYQs കൂടുതലായിരുന്നു. എല്ലാവർക്കും ഈസിയായിട്ട് ആൻസർ എഴുതാൻ പറ്റുന്ന രീതി തന്നെയായിരുന്നു മോഡൽ എക്സാം നടന്നത്. ലാസ്റ്റ് പബ്ലിക് എക്സാം വന്നപ്പോൾ മോഡൽ എക്സാമിൽ നേരെ വ്യത്യസ്തമായി ക്വസ്റ്റ്യൻസിൻ്റെ സ്റ്റാൻഡേർഡ് കൂട്ടിയാണ് ചോദിച്ചത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ക്വസ്റ്റ്യൻ്റെ സ്റ്റാൻഡേർഡ് കൂട്ടുന്നതും അതുപോലെ തന്നെ ലെവൽ ഓഫ് PYQs കുറയ്ക്കുന്നതൊന്നും തെറ്റല്ല, നല്ലൊരു കാര്യം തന്നെയാണ്. കുട്ടികളുടെ സ്റ്റാൻഡേർഡും കൂടും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് മുന്നിൽ മുന്നറിയിപ്പ് കൊടുക്കാമായിരുന്നു. അതായത് മോഡൽ എക്സാം ഇതുപോലെ നടത്തിയിട്ട് പബ്ലിക് എക്സാം ഇതുപോലെയായിരുന്നു നടത്തിയിരുന്നതെങ്കിൽ കുട്ടികൾക്ക് പബ്ലിക് എക്സാം ഇത്ര ടഫായിട്ട് തോന്നില്ലായിരുന്നു. അതിന് പകരം മോഡൽ എക്സാം ഈസി ആക്കിയിട്ട് പബ്ലിക് എക്സാം ടഫ് ആക്കിയപ്പോൾ കുട്ടികൾക്ക് അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാനുള്ള സമയം കുറവായിരുന്നു. അതുപോലെ കുട്ടികൾ അത്ര പ്രിപ്പയർ ചെയ്തില്ല ആ ടൈപ്പ് ക്വസ്റ്റ്യൻ നേടാനായിട്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിട്ട് തോന്നി.
അപ്പോൾ ഇനി വരുന്ന ബാക്ക്ഗ്രൗണ്ടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിപ്പോൾ പ്ലസ് 2 പഠിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അത്യാവശ്യം കോൺസെപ്റ്റ് നല്ല ആഴത്തിൽ തന്നെ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാം എത്ര ടഫ് ആക്കിയാലും അത് ഈസി ആയിട്ട് നേരിടാൻ കഴിയും. ഇനിയിപ്പോൾ പഴയ പോലെ ഈസി ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്നും പ്രതീക്ഷിക്കരുത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഇനി വരും വർഷങ്ങളിലും ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഗവൺമെൻറ് നിങ്ങളുടെ കാര്യത്തിൽ കണ്ണു തുറക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വാല്യുവേഷൻ ഈ വർഷം ലിബറൽ ആക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.